എമ്പുരാനെ പോലും എതിരിടാൻ വരുന്ന ചുവന്ന ഡ്രാഗൺ. ശരിക്കും ജപ്പാൻ ഉത്ഭവിച്ച് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തായി 20,000-ലധികം അംഗങ്ങളുള്ള യാക്കൂസ എന്ന ക്രിമിനൽ സംഘത്തിൻ്റെ അടയാളമാണ് ചുവന്ന ഡ്രാഗൺ. ഫ്രിറ്റ്സ് സ്പ്രിങ്മെയർ കോൺസ്പിറസി തിയറിയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എഴുതുന്ന അമേരിക്കൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ സാത്താനിക് രക്തബന്ധങ്ങളിൽപ്പെട്ട ഒരു ആഗോള എലൈറ്റ് ഗ്രൂപ്പ്, അതായത് വരേണ്യ വർഗം, ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് 1995 പുറത്തിറങ്ങിയ ബ്ലഡ് ലൈൻസ് ഓഫ് ഇല്ലുമിനാറ്റി. ഇത് CIA ഓൺലൈൻ ലൈബ്രറിയിലും നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ പുസ്തകത്തിൽ ഇല്ലുമിനാറ്റിയുടെ ഭാഗമായ 13 ബിസിനസ് കുടുംബങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ 9 കുടുംബങ്ങൾക്ക് മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധമുണ്ട്. അതിലൊരു ബിസിനസ് കുടുംബമാണ് റോത്ത്ചൈൽഡ്സ് എന്നറിയപ്പെടുന്ന ജൂത കുടുംബം. ഈ റോത്ത്ചൈൽഡ്സിനെ ഖുറേഷി എബ്രഹാം നേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പേപ്പർ കട്ടിങ്ങിലൂടെ ലൂസിഫർ സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ കാണിക്കുന്നുണ്ട്. ട്രയാഡ്സ് എന്നറിയപ്പെടുന്ന മറ്റൊരു സംഘടനയുണ്ട്. ജപ്പാനിലെ യാക്കൂസ പോലെ തന്നെ ഒരു മാഫിയ ഗ്യാങ് ആണിത്. ഈ സംഘടനയെക്കുറിച്ച് മാർട്ടിൻ ബൂത്ത് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദി ഡ്രാഗൺ സിൻഡിക്കേറ്റ്സ് ദ ഗ്ലോബൽ ഫിനോമിനോൺ ഓഫ് ദി ട്രയാഡ്സ്. ഈ ട്രയാഡ് ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടും ഡ്രാഗൺ ചിഹ്നം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ ട്രയാഡ് പോലുള്ള ഗ്യാങ്ങുകൾ ഇല്ലുമിനാറ്റിയിൽ ഉൾപ്പെടുന്ന ബിസിനസ് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ പറയുന്നത്. ട്രയാഡ്സ് എന്ന ചൈനീസ് ക്രിമിനൽ ഗ്യാങ്ങും യാക്കൂസ എന്ന ജാപ്പനീസ് ഗ്യാങ്ങും തമ്മിൽ സഹകരിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഡ്രഗ്സ് കടത്തുന്നുണ്ട് എന്ന് ബ്ലഡ് ലൈൻസ് ഓഫ് ദി ഇല്ലുമിനാറ്റി എന്ന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചെറുപ്പക്കാരായ ആളുകളെ ഡ്രഗിന് അടിമകളാക്കാൻ ഇല്ലുമിനാറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള സംഘങ്ങളാണ് ഈ യാക്കൂസ പോലുള്ള ഗ്യാങ്ങുകളെന്നും ഈ പുസ്തകത്തിൽ അവകാശപ്പെടുകയാണ്. ലൂസിഫർ സിനിമയുടെ ആമുഖത്തിൽ കോർപ്പറേറ്റുകൾ ഫണ്ട് ചെയ്യുന്ന മാഫിയ സംഘങ്ങളെക്കുറിച്ചും ഡ്രഗ് മാഫിയകളെ പറ്റിയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രഹാം മയക്കുമരുന്ന് കച്ചവടത്തിനെതിരെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സിനിമയിൽ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ വില്ലനായിട്ടുള്ള ബോബിയോട് നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന ഡയലോഗ് ഞാൻ പറയാതെ തന്നെ കേരളത്തിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഡയലോഗുമാണ്. ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്ത് വില്ലനായിട്ടുള്ള ബോബി ഒരു ലൈറ്റർ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണാം. ആ ലൈറ്ററിൽ ഒരു ഡ്രാഗണേയും കാണാം. ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് ബോബിയുടെ ബോസ് ആയിരിക്കും ഖുറേഷി എബ്രഹാമിൻ്റെ എതിരാളി എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അനുമാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും വരുന്ന ഒരു സംശയമുണ്ട്, ഈ ചുവന്ന ഡ്രാഗൺ യാക്കൂസ എന്താണ് സംഭവം? രസകരമായിട്ടുള്ള ആ കാര്യങ്ങൾ, ആ ചരിത്രങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ജപ്പാനിലെ ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഗ്യാങ്ങിന് പറയുന്ന പേരാണ് യാക്കൂസ. ഇന്ന് യാക്കൂസ സംഘങ്ങൾ കൊള്ളയടിക്കൽ, ബ്ലാക്ക് മെയിൽ ചെയ്യൽ, കള്ളക്കടത്ത്, മയക്കുമരുന്ന് കച്ചവടം, ചൂതാട്ടം, കടം കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഒരു സംഘം ആളുകളാണ്. ജപ്പാനിലെ നഗരങ്ങളിലെ പല പല റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, ട്രക്കിംഗ് കമ്പനികൾ, ടാലൻറ്റ് ഏജൻസികൾ, ടാക്സി ഫ്ലീറ്റുകൾ, ഫാക്ടറികൾ എന്നിവയൊക്കെ യാക്കൂസ ഗ്യാങ്ങുകൾ നിയന്ത്രിക്കുന്നുമുണ്ട്. ജപ്പാനിൽ കൂടാതെ അമേരിക്ക, യൂറോപ്പ്, ചൈന, മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ യാക്കൂസ ഗ്യാങ്ങുകളുടെ സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യാക്കൂസ ഗ്യാങ്ങുകൾ ഏകദേശം 300 വർഷത്തോളം പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരു സംഘടനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. യാക്കൂസ ഗ്യാങ്ങുകളുടെ ഉദ്ഭവത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും പല കഥകളും ഉണ്ടെങ്കിലും അവർ ജന്മിത്തക്കാലത്തെ സൈനിക വിഭാഗമായിരുന്ന സമുറായി വിഭാഗക്കാരുടെ പിൻതലമുറയാണ് എന്നതാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. ആദ്യകാലത്തൊക്കെ ജപ്പാൻ്റെ സാംസ്കാരിക പാരമ്പര്യം സംരക്ഷിക്കുന്നവരും രാജ്യസ്നേഹികളുമൊക്കെ ആയിട്ടാണ് ജപ്പാൻ ജനത ഇവരെ കണ്ടിരുന്നത്. ജപ്പാനിലെ ജനങ്ങളുടെ മനസ്സിൽ യാക്കൂസ സംഘങ്ങളുടെ പഴയ കാലം എന്ന് പറയുന്നത് ഈ റോബിൻഹുഡ് കഥകളുടേതിനൊക്കെ സമാനമായിട്ടുള്ള രീതിയിലാണ്. അതായത് സാമൂഹിക അനീതിക്കെതിരെ നിയമപരമല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പടപൊരുതുന്ന ഒരു സംഘം ആളുകൾ. എങ്ങനെയാണോ റോബിൻഹുഡ് സമ്പന്നരുടെ പണം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തത്, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി വിപ്ലവകരമായി ജീവിച്ച ആളുകളാണ് യാക്കൂസ ഗ്യാങ് എന്നതാണ് ജാപ്പനീസ് ജനത ഇവരുടെ പഴയകാല ചരിത്രത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിയാൽ ഇതൊരു സംഘടിത ക്രിമിനൽ സംഘമാണ് എങ്കിലും യാക്കൂസയ്ക്ക് ഒരു നല്ല ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ജപ്പാനിലെ ആളുകൾ. 2023 കണക്കുകൾ അനുസരിച്ച് യമാഗുച്ചി ഗുമി, കൊബെ യമാഗുച്ചി ഗുമി, കിസുന കൈ, ഇക്കഡ ഗുമി, സുമിയോഷി കൈ, ഇനഗാവ കൈ എന്നിവയാണ് 6 പ്രധാനപ്പെട്ട യാക്കൂസ സംഘങ്ങൾ. ഈ യമുഗാച്ചി ഗുമി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യാക്കൂസ ഗ്യാങ്ങിൽ ഏകദേശം 7700 അംഗങ്ങളാണുള്ളത്. ഇനി ഈ 6 യാക്കൂസ ഗ്രൂപ്പുകളുടെ ആകെ സംഘാംഗങ്ങളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 14,500 കണക്ക് നോക്കിയാൽ ജപ്പാനിലെ ആകെ 22,400 വരുന്ന യാക്കൂസ അംഗങ്ങളിൽ ഏതാണ്ട് 70% പേരും ഈ 6 സംഘങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് പറയാം. യമഗാച്ചി ഗുമി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യാക്കൂസ ഗ്യാങ്ങിൻ്റെ നേതാവിൻ്റെ അഭിപ്രായം നമ്മൾ നോക്കിയാൽ അവർ പോലീസും മറ്റും പറയുന്നത് പോലെ ഒരു ക്രിമിനൽ സംഘമല്ല,
മറിച്ച് ജനങ്ങൾക്കായിട്ട് സേവനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘമായിട്ടാണ് അവർ അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത്. വാർത്തകൾ നോക്കിയാൽ ഇത്തരം ഗ്യാങ്ങുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നിഷേധിക്കുന്ന ഒരു കാര്യമല്ല, സത്യം തന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ കടുത്ത പ്രതിസന്ധി രൂപപ്പെട്ട സമയത്തും 1995 ഭൂകമ്പത്തിലും 2011 ഭൂകമ്പത്തിലും സുനാമിയിലും ഇത്തരം ഗ്യാങ്ങുകൾ സഹായവുമായിട്ട് എത്തിയിരുന്നു. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുരന്തമുഖങ്ങളിൽ സഹായം നൽകി എന്നതുകൊണ്ട് മാത്രം ഈ ക്രിമിനൽ സംഘത്തെ നല്ലവരായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന കാര്യമാണ്. യാക്കൂസ ഗ്യാങ്ങുകളുടെ ഉദ്ഭവത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും 1603, 1868 കാലഘട്ടത്തിൽ ജപ്പാനിൽ സൈനിക ഏകാധിപത്യം നിലനിന്നിരുന്ന കാലത്താണ് ഇത്തരം ഗ്യാങ്ങുകളുടെ ആരംഭം എന്നാണ് കരുതപ്പെടുന്നത്. 15-16 കാലഘട്ടത്തിൽ ജപ്പാനിൽ ജന്മികൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുന്ന പതിവുണ്ടായിരുന്നു. പല ജന്മിമാരും ഇതിനു വേണ്ടിയിട്ട് സ്വന്തമായിട്ടുള്ള സമുറായി സൈന്യത്തെ തീറ്റിപ്പോറ്റിയിരുന്നു. ഇങ്ങനെ സമുറായി പട്ടാളക്കാരുടെ യജമാനന്മാരായ ജന്മികൾ യുദ്ധത്തിൽ തോൽക്കുന്ന സമയത്ത് അവർ അടുത്ത സൈന്യത്തിലേക്ക് പോകും. അതായത് ഈ പട്ടാളക്കാരെ അടുത്ത സൈന്യം പിടിച്ചെടുക്കും, അല്ലെങ്കിൽ അടുത്ത ജന്മി പിടിച്ചെടുക്കും. അങ്ങനെ ഈ സൈന്യത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ യുദ്ധത്തിൽ കുറേ പേരൊക്കെ മരണപ്പെടുമെങ്കിലും ഇവർ നിരന്തരം ഓരോ ജന്മികൾക്ക് വേണ്ടിയും കൊള്ളയും കൊലയും നടത്തുന്ന ഒരു കൂട്ടമായിട്ട് വളർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ജന്മികളുടെ തമ്മിൽ തല്ലൊക്കെ 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അവസാനിക്കുകയാണ്. ടോക്കുഗാവ ഇയെസു എന്ന സൈനിക നേതാവ് ജപ്പാന്റെ ഭരണാധികാരിയായി മാറിയ സമയത്ത് ജപ്പാനിൽ സൈനിക ആധിപത്യമുള്ള ഭരണമാണ് നിലവിൽ വരുന്നത്. ഈ സമയത്ത് ജന്മികൾക്ക് അവരുടേതായ പ്രദേശങ്ങൾ മാത്രമേ നിയന്ത്രിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പരസ്പരം തമ്മിൽ തല്ലാൻ പറ്റാത്ത സാഹചര്യം ഇവർക്ക് വന്നു ചേരുകയാണ്. കൂടാതെ സാമുറായി പട്ടാളക്കാരിൽ കൂടുതൽ പേരെയും ഈ ജന്മിമാർക്ക് പിരിച്ചുവിടേണ്ട അവസ്ഥ വരികയാണ്. തമ്മിൽ തല്ലില്ലെങ്കിൽ പിന്നെ പട്ടാളക്കാരുടെ ആവശ്യമില്ലല്ലോ. അതുകൂടാതെ പട്ടാളം ഭരിക്കുന്ന ഒരു രാജ്യത്ത് നിരവധി ജന്മിമാർക്ക് കീഴിൽ നിരവധി പട്ടാളക്കാരുണ്ടായിക്കഴിഞ്ഞാൽ അത് സൈനിക അട്ടിമറിക്കും സംഘർഷങ്ങൾക്കും കാരണമായേക്കാമെന്ന് ജപ്പാന്റെ പരമോന്നത നേതാവായ ടോക്കുഗാവ ആ സമയത്ത് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സാമുറായി പട്ടാളക്കാരെ അന്ന് അധികമായിട്ട് പിരിച്ചുവിടാൻ കാരണമായിട്ട് മാറുന്നതും. ഇങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ട പട്ടാളക്കാർ മറ്റ് തൊഴിലുകൾ കണ്ടെത്തി. കുറേ പേർ വ്യാപാരികളായി, സിവിൽ ഉദ്യോഗസ്ഥരായി, പണ്ഡിതന്മാരായി, പലരും തത്വചിന്തകരായിട്ട് മാറി. പക്ഷേ ഇവരിൽ കുറച്ചു പേരെങ്കിലും അവർ യുദ്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കൊള്ളയും കൊലയും പിന്നെയും തുടർന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ കൂട്ടത്തിലുള്ളവർ കബൂക്കി മോണോ എന്നാണ് അറിയപ്പെട്ടത്. അതായത് കൊള്ളയും കൊലയും പിന്നെയും തുടർന്ന ആളുകളെ കബൂക്കി മോണോ എന്നാണ് പിന്നീട് ജാപ്പനീസ് ജനത വിളിച്ചത്. ഇവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് വസ്ത്രം ധരിക്കുകയും വലിയ നീളത്തിലുള്ള വാളുകൾ ഉപയോഗിക്കുകയും ചെയ്ത ആളുകളായിരുന്നു. മുന്നേ സൈനിക ജോലി ചെയ്തതുകൊണ്ട് തന്നെ ആയോധന കലകളിലും ഇവർ വിദഗ്ധരായിരുന്നു. തങ്ങളുടെ സൈനിക പരിചയവും ആയുധവും ഉപയോഗിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തി നിർത്തുക എന്നത് ഇവരുടെ ഒരു ശീലം തന്നെയായിരുന്നു. അതിലൂടെയായിരുന്നു ഇവർ വലിയ രീതിയിൽ പണം സമ്പാദിച്ചിരുന്നതും. എന്നാൽ ഈ സംഘത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ വലിയ വിശ്വാസമായിരുന്നു. പരസ്പരം ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്ന ഒരു രീതി ഇവരിലുണ്ടായിരുന്നു. ഈ സവിശേഷതകളൊക്കെ ഇന്നത്തെ ജപ്പാന്റെ അധോലോകം ഭരിക്കുന്ന യാക്കൂസ ഗ്യാങ്ങുകളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. എന്നാൽ ഈ യാക്കൂസ ഗ്യാങ്ങുകൾ ഈ കൊള്ള സംഘത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെ കബൂക്കി മോണോ കൊള്ളയും കൊലയും എല്ലാം നടത്തി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ജീവിച്ചിരുന്ന സമയത്ത് അവരെ എതിരിട്ടവരാണ് തങ്ങളെന്നാണ് അവരിപ്പോഴും പറയുന്നത്. കബൂക്കി മോണോ നിരന്തരമായിട്ടുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം നടത്തിയ സമയത്ത് സാധാരണ നഗരവാസികൾ ഒരു കാര്യം തീരുമാനിച്ചു. അവർ സായുധരായിട്ട് ആയുധമെടുത്ത് ഇവർക്കെതിരെ പോരാടുക. അങ്ങനെ പോരാടാൻ വേണ്ടി മാച്ചി യാക്കോ എന്ന സാധാരണക്കാരായ നഗരവാസികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വന്നു. ഈ ഗ്രൂപ്പിൽ നിന്നാണ് സാധാരണക്കാർ, പട്ടാളക്കാരല്ല, പോലീസുകാരൊന്നുമല്ല, ആയുധം കൈവശം വെക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് അത്ര നല്ല കാര്യമല്ല എങ്കിലും തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, തങ്ങളുടെ നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധമെടുക്കാൻ തയ്യാറായിട്ടുള്ള ഹീറോകൾ തന്നെയായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ പിന്മുറക്കാരാണ് തങ്ങളെന്നാണ് യാക്കൂസ ഗ്യാങ്ങുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം. എന്നാൽ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ ഈ കൊള്ളയും കൊലയും നടത്തിയിരുന്ന കബൂക്കി മോണോ, അവരെ എതിർത്തിരുന്ന നല്ലവരായ മാച്ചി യാക്കോ, ഈ രണ്ട് ഗ്രൂപ്പുകളും ഇല്ലാതായിട്ട് മാറുകയാണ്. കാരണം അവിടുത്തെ മിലിറ്ററി ഭരണകൂടം ഇവരെ അടിച്ചൊതുക്കുകയാണ്. കാരണം നായകനാണെങ്കിലും വില്ലനാണെങ്കിലും ജനങ്ങൾ ആയുധം കയ്യിൽ വെച്ചാൽ രാജ്യത്തെ സൈനിക ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഭാവിയിൽ അത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രൂപ്പുകളെയും തല്ലി ഒതുക്കാൻ അന്നത്തെ സമയത്ത് പട്ടാളത്തിന് സാധിക്കുന്നുണ്ട്. എന്നാലും ഈ സംഘങ്ങളെ പട്ടാളം അടിച്ചൊതുക്കിയെങ്കിലും ബക്കൂട്ടോ, ടക്കേയ എന്നീ രണ്ട് ഗ്രൂപ്പുകൾ വീണ്ടും ജപ്പാനിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ ബക്കൂട്ടോ എന്ന സംഘം
ചൂതാട്ടക്കാരുടെ ഒരു കൂട്ടായിരുന്നു. അതുപോലെ ടക്കേയ എന്നത് കരിഞ്ചന്തയും കച്ചവടവും പിടിച്ചുപറിയും തൊഴിലാക്കിയ ഒരു സംഘമായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഭരണകൂടത്തിന് വലിയ ഭീഷണിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ അടിച്ചമർത്താൻ സൈന്യം ആദ്യ സമയത്ത് നോക്കുന്നില്ല. കബൂക്കി മോണോ, മാച്ചിയാക്കോ എന്നീ രണ്ട് ഗ്രൂപ്പുകൾ ഇല്ലാതായ സമയത്ത് അവരിൽ കുറച്ച് പേരെങ്കിലും ബക്കൂട്ടോ, ടക്കേയ എന്നീ പുതിയ ഗ്രൂപ്പുകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് ജപ്പാനിൽ ചീട്ടുകളി പോലെയുള്ള ഒരു കാർഡ് ഗെയിം ഉണ്ടായിരുന്നു. ഹനാഫുദ എന്നാണ് ഈ ഗെയിം അറിയപ്പെടുന്നത്. ഇതിൽ ഓരോ കളിക്കാർക്കും 3 കാർഡ് വീതം ഉണ്ടാവും. അതിലെ നമ്പറുകളിലെ അവസാന അക്കങ്ങൾ കൂട്ടുന്ന സമയത്ത് ഒരാളുടെ സ്കോർ 20 കിട്ടിയാൽ അയാൾ തോൽക്കുന്നതാണ്. മറിച്ച് 19 19-അടുത്തുള്ള ഏതെങ്കിലും സംഖ്യയോ ആണെങ്കിൽ അയാൾ ജയിക്കുന്നതാണ്. ജാപ്പനീസ് ഭാഷയിൽ യാ, കൂ, സ എന്നീ 3 അക്ഷരങ്ങളും 8, 9, 3 എന്നിങ്ങനെയുള്ള നമ്പറുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതായത് 8ഉം 3ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുക 20 ആണ്. 20 കിട്ടുന്ന ആൾ തോൽക്കുന്നതാണ്. അങ്ങനെ ആർക്കും ഉപകാരമില്ലാത്ത ചൂതാട്ട ഗ്യാങ്ങുകൾക്ക് 8, 9, 3 എന്നീ അർത്ഥം വരുന്ന യാ, കൂ, സ എന്ന പേര് വരികയാണ്. മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബക്കൂട്ടോ എന്ന് പറയുന്നത് വെറും ഒരു ചൂതാട്ട ഗ്രൂപ്പ് മാത്രമായിരുന്നില്ല. 1868 ശേഷം മിലിറ്ററി ആധിപത്യം അവസാനിച്ച ശേഷം ജപ്പാനിൽ നടന്ന ബോഷിൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇവർ പങ്കെടുത്തിരുന്നു. 1868കളിൽ തന്നെ ജപ്പാൻ മെജി സാമ്രാജ്യത്തിന് കീഴിൽ സാമ്രാജ്യത്വ ഭരണത്തിലേക്കും കടക്കുന്നുണ്ട്. മിലിറ്ററി ഏകാധിപത്യം ആ സമയത്ത് തന്നെ അവസാനിക്കുകയാണ്. 1800കളിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് സമാനമായ വികസനങ്ങൾ കൊണ്ടുവരാൻ മെജി സാമ്രാജ്യം ജപ്പാനിൽ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് കൂടുതൽ നികുതിയും പിരിക്കാൻ ആ സമയത്ത് തന്നെ ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ബക്കൂട്ടോ ഗ്യാങ്ങിലെ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. ജപ്പാനിൽ നടന്ന പീപ്പിൾസ് റൈറ്റ് മൊമെൻറ്റിൽ ഇവരും പങ്കാളിയാവുന്നുണ്ട്. ഇവർ ചൂതാട്ടക്കാരായിരുന്നുവെങ്കിലും ജനങ്ങൾക്കൊരു പ്രശ്നം വന്ന സമയത്ത് ഇവർ അതിനെതിരെ പോരാടുന്നു എന്ന് കരുതി ഈ ചൂതാട്ട സംഘങ്ങൾ വിശുദ്ധരായിട്ട് മാറുന്നില്ല എന്ന കാര്യം മുൻപ് പറഞ്ഞതുപോലെ വീണ്ടും ഒന്ന് ഓർക്കുക. അങ്ങനെ എന്തായാലും ജപ്പാനിലെ രാഷ്ട്രീയത്തിലും ഇത്തരം ഗ്യാങ്ങുകൾ ശക്തിപ്പെടുകയാണ്. ഇത്തരം ഗ്യാങ്ങുകൾക്കുള്ളിൽ തന്നെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. യാക്കൂസ ഗ്യാങ്ങുകളുടെ നേതാക്കന്മാർ, ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ ഒയാബൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെ സാധാരണ അംഗങ്ങളാണെങ്കിൽ കൊബൂൻ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഒയാബുൻ കൊബൂൻ ബന്ധം എന്ന് പറയുന്നത് അച്ഛനും മക്കളും ഒക്കെ പോലുള്ള ഒരു ബന്ധമാണ്. അംഗങ്ങൾക്ക് തലവനോട് വിശ്വാസ്യതയും നല്ല കൂറും ഉണ്ടാവും. തലവൻ അംഗങ്ങൾക്ക് സംരക്ഷണവും മാർഗനിർദ്ദേശവും കൊടുക്കുന്നതാണ്. ഗ്യാങ്ങിലെ നേതാക്കന്മാരോട് വിശ്വസ്തതയും അനുസരണയും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം പോലുമായിരുന്നു. ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത് പോലെ അടിക്കുകയൊന്നുമല്ല ചെയ്യുക, നേരിട്ട് കൊന്നു കളയുന്നത് പോലും ഒരു രീതി തന്നെയായിരുന്നു. ബക്കൂട്ടോ ഗ്യാങ്ങുകളിൽ അന്ന് നിലനിന്നിരുന്ന ഇതേ നിയമങ്ങൾ തന്നെയാണ് ഇപ്പോഴും യാക്കൂസ ഗ്യാങ്ങുകളിലും പാലിച്ചു വരുന്നത്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, യുബിറ്റ് സുമേ എന്നറിയപ്പെടുന്ന ഒരു ആചാരം ഈ സംഘങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. എന്തെങ്കിലും പ്രശ്നം കാണിച്ചു സംഘത്തിലെ ഒരു അംഗം, പക്ഷേ വധശിക്ഷ കൊടുക്കുന്നതോ അല്ലെങ്കിൽ സംഘത്തിൽ നിന്ന് പുറത്താക്കുന്നതോ ആയിട്ടുള്ള വലിയ തെറ്റൊന്നുമല്ല, ചെറിയ തെറ്റാണ്. അങ്ങനെയുള്ള തെറ്റാണെങ്കിൽ ഇവരുടെ, അതായത് സംഘത്തിലെ അംഗങ്ങളുടെ വിരലുകൾ മുറിച്ചു കളയുന്നതായിരുന്നു ഈ ശിക്ഷാരീതി. പിന്നെയും തെറ്റ് ആവർത്തിച്ചാൽ അത് വധശിക്ഷയ്ക്ക് കാരണമാവുന്ന കുറ്റമല്ല എങ്കിൽ ഇവരെ പുറത്താക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ പുറത്താക്കുന്ന അംഗങ്ങൾക്ക് മറ്റ് ഗ്യാങ്ങുകളിലേക്ക് പോലും പോകാൻ കഴിയില്ല. കാരണം എന്താണ്? വിരലുകൾ മുറിച്ചു കളഞ്ഞാൽ ഇവർ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്നതിൻ്റെ ഒരു തെളിവാണ്. എന്തായാലും ഇനി നോക്കേണ്ട മറ്റൊരു ഗ്രൂപ്പാണ് ടക്കേയ. ഈ ടക്കേയ എന്ന് പറയുന്നത് ഈ വഴിയോര കച്ചവടക്കാരുടെ ഒരു സംഘമാണ്. ആദ്യകാലങ്ങളിൽ ഇവർ പച്ചമരുന്നുകളും തൈലങ്ങളും ഒക്കെ വിൽക്കുന്ന ആളുകളായിരുന്നു. പല പാശ്ചാത്യ രാജ്യങ്ങളിലും സ്നേക്ക് ഓയിൽ സെയിൽസ്മാൻ എന്നൊരു വിഭാഗമുണ്ട്. അതായത് ഇവർ രോഗങ്ങൾ മാറ്റുന്നുവെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പല മരുന്നുകളും വിൽക്കും. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ആധുനിക ശാസ്ത്രം ഇത്രത്തോളം വികസിച്ച സമയത്ത് നമുക്കറിയാം ഏത് മരുന്ന് കഴിച്ചാലാണ് അസുഖം മാറുക. കൃത്യമായിട്ട് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി കൃത്യമായിട്ട് ശാസ്ത്രം ഉണ്ടാക്കിയ മരുന്നുകൾ കഴിച്ചാലാണ് അസുഖങ്ങൾ മാറാനുള്ള സാധ്യത. അല്ലാത്ത തട്ടിപ്പുകളിൽ ജനങ്ങൾ ഇപ്പോഴും വീഴുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സംഘമായിരുന്നു ടക്കേയ എന്ന് പറയുന്നത്. ഇവർ ജപ്പാനിൽ മാത്രമായിരുന്നില്ല, വിദേശത്തും ഇത്തരത്തിലുള്ള ജാപ്പനീസ് മരുന്നുകളെല്ലാം വിറ്റ് വലിയ രീതിയിൽ പണം ഉണ്ടാക്കിയിരുന്നു. മിലിറ്ററി ഭരണ സമയത്ത് ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടായിരുന്നു ഇവർ സാധനങ്ങളെല്ലാം തന്നെ കച്ചവടം ചെയ്തിരുന്നത്. അതൊരു കുറ്റം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും ഒരു ക്രിമിനൽ വിഭാഗത്തിൽ പെട്ട ആളുകളായിട്ട് പതിയെ പതിയെ മാറുകയാണ്. അതുകൊണ്ട് സമൂഹം ഇവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ധൈര്യമുള്ള കച്ചവട സംഘങ്ങളായതുകൊണ്ട്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യുന്നതുകൊണ്ട് പതിയെ പതിയെ ഇവർ ശക്തിയാർജിക്കുകയാണ്. ആരൊക്കെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ കച്ചവടം ചെയ്യണം, ഏതെല്ലാം സാധനങ്ങൾ വിൽക്കണം എന്നൊക്കെ പലപ്പോഴും തീരുമാനിക്കത്തക്ക ശക്തി ഈ സംഘങ്ങൾക്ക് പതിയെ വന്നു ചേരുന്നുണ്ട്. വ്യാപാരികൾ കച്ചവടം നടത്തുന്നതിനായിട്ട് ഒരു നിശ്ചിത തുക ഈ ഗ്യാങ്ങുകൾക്ക് നൽകേണ്ട അവസ്ഥ പോലും
പിന്നീട് വന്നു ചേരുകയാണ്. അത് നൽകാത്ത പക്ഷം കടയിലെ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും കച്ചവടക്കാരെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഒരു രീതിയായിരുന്നു. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഗുണ്ടാ പിരിവില്ലേ, അതുപോലുള്ളൊരു സിസ്റ്റം ജപ്പാനിൽ ഉയർന്നു വരുന്നുണ്ട്. ഇനി അടുത്ത വിഭാഗം ആളുകളെ നോക്കുകയാണെങ്കിൽ ബുറാക്കുമിൻ എന്ന് വിളിക്കപ്പെട്ട സംഘമാണ്. ഇവർ വാസ്തവത്തിൽ തൊട്ടുകൂടായ്മ അനുഭവിച്ച ഒരു കൂട്ടം ആളുകളുടെ സംഘമായിരുന്നു. കശാപ്പ് ജോലി, ആരാച്ചാർ, തുകലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകളായിരുന്നു ഈ ബുറാക്കുമിനിലെ അംഗങ്ങൾ. ഇവരെ ജപ്പാനിലെ മറ്റ് വിഭാഗം ജനങ്ങളുമായിട്ട് ഇടപഴകാൻ അനുവദിക്കുക പോലും ചെയ്തിരുന്നില്ല. പണമുണ്ടാക്കുന്നതിനും മറ്റുമായിട്ട് ഇവരിൽ ചില ആളുകൾ ഈ ടക്കേയ ഗ്യാങ്ങുകളുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. കാരണം ടക്കേയ ഗ്യാങ്ങുകൾ നമ്മൾ പറഞ്ഞതുപോലെ ഗുണ്ടാപ്പിരിവെല്ലാം നടത്തുന്നു എങ്കിലും അവിടെ മാത്രമായിരുന്നു ഈ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ജനങ്ങളെ മനുഷ്യരായിട്ടെങ്കിലും പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് ആ സംഘങ്ങളിൽ ഇവർ വലിയ ആനന്ദം കണ്ടെത്തുകയാണ്. ഇവർ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ആരംഭിക്കുകയാണ്. 1871 നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ്ജി ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇത്തരം ജാതി വ്യവസ്ഥകൾ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് സമൂഹത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു. എന്ത് നിയമം കൊണ്ടുവന്നാലും ജനങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ അത് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെയും ജാതി വിവേചനം തുടർന്നുകൊണ്ടേയിരുന്നു. എന്തായാലും മെയ്ജി സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം ഗ്യാങ്ങുകൾക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം കൈവരുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടക്കേയ, ബക്കൂട്ടോ എന്ന് പറഞ്ഞ മുന്നേ പറഞ്ഞിട്ടുള്ള ഗ്യാങ്ങുകൾ ഒരുമിച്ച് യക്കൂസ എന്ന ഗ്യാങ്ങിൻ്റെ കീഴിലായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ യക്കൂസ ഗ്യാങ്ങുകൾ ജപ്പാനിൽ ശക്തി പ്രാപിക്കുകയാണ്. ഇത്രയും ഗ്യാങ്ങുകളുടെ കാര്യം എന്തിനാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ യക്യൂസ ഗ്യാങ് ആയ യമുഗാച്ചി ഗുമി രൂപം കൊണ്ടത് 1915 അതാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാതന്ത്ര്യ സമര സംഘടനയൊന്നുമല്ല, ഒരു ക്രിമിനൽ ഗ്യാങ് ആണ്. ഇപ്പോഴും അതേ പേരിൽ വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ അധകൃതരായിട്ട് മാറ്റി നിർത്തപ്പെട്ട നിരവധി ജാതി വിവേചനങ്ങൾ അനുഭവിച്ച ബുറാക്കുമിൻ വിഭാഗത്തിലെ ജനങ്ങളാണ് യമുഗാച്ചി ഗ്യാങ്ങിലെ 60% പേരും. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ കണക്കുകളോടെ 2006 ജപ്പാനിലെ പബ്ലിക് സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസി മുൻ അംഗമായ മിസ്റ്റർ സുഗാനുമ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യക്കൂസ ഗ്യാങ്ങുകൾ വളരെ വലിയ രീതിയിൽ രൂപപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ക്രിമിനൽ ഗ്യാങ്ങുകളുടെ തുടക്കം പഴയ കാലത്ത് ജപ്പാനിൽ നിലനിന്നിരുന്ന സമുറായി സൈനിക വിഭാഗത്തിൽ നിന്നുമാണ്. അവരുടെ സൈനിക ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതുകൊണ്ട് അവർ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളായിട്ട് പതിയെ വളർന്നു വന്നു. അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് കബൂക്കി മോണോ എന്നറിയപ്പെടുന്നത്. ഈ ഗ്രൂപ്പുകളെ പ്രതിരോധിക്കാൻ സാധാരണ നഗരവാസികൾ ആയുധമേന്തി മാച്ചി യാക്കോ എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഈ രണ്ട് ഗ്രൂപ്പുകളെയും അവിടുത്തെ ഭരണകൂടത്തിന് ഭീഷണിയാകുമെന്ന് മുൻകൂട്ടി കണ്ട് ഭരണാധികാരികൾ ഇല്ലാതാക്കി. പക്ഷെ പിന്നീട് 18-19 നൂറ്റാണ്ടുകളിൽ ബക്കൂട്ടോ, ടക്കേയ എന്നീ ഗ്രൂപ്പുകൾ ചൂതാട്ടം, കരിഞ്ചന്ത, പിടിച്ചുപറി തുടങ്ങിയ നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഗ്യാങ്ങുകളായിട്ട് ഉയർന്നു വന്നു. 19-ാം നൂറ്റാണ്ടിൽ സൈനിക ഭരണം ജപ്പാനിൽ അവസാനിക്കുകയും ഇത്തരം ഗ്യാങ്ങുകൾക്ക് രാഷ്ട്രീയ സ്വാധീനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ പ്രധാനമായിട്ടും സമൂഹത്തിൽ തഴയപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഇത്തരം ഗ്യാങ്ങുകളിൽ അംഗങ്ങളായത്. ബക്കൂട്ടോ, ടക്കേയ എന്ന ഈ ഗ്രൂപ്പുകൾ ഒരുമിച്ച് യാക്കൂസ എന്ന വലിയ ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ട് വളർന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യാക്കൂസ ഗ്യാങ്ങുകൾ ശക്തി പ്രാപിച്ചെങ്കിലും 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെയും 2-ാം ലോക മഹായുദ്ധത്തിൻ്റെയും സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജപ്പാനിൽ ഇവർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ സമയത്തൊക്കെ മിലിറ്ററി സേവനങ്ങൾ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് നിർബന്ധിത സൈനിക സേവനമുള്ളതുകൊണ്ട് സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലെ കൂടുതൽ പേരും മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ചു. എന്നാൽ 2-ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിന് ശേഷം മിലിറ്ററിയിൽ ജോലി ചെയ്തിരുന്ന വലിയ വിഭാഗം ജനങ്ങൾക്കും ജോലി നഷ്ടമായി, തൊഴിലില്ലാതെയായി. അതിനുശേഷം യാക്കൂസ ഗ്യാങ്ങുകൾ വീണ്ടും ശക്തി പ്രാപിച്ചു. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകളെല്ലാം ജപ്പാനിൽ ഉയർന്നു വരാൻ തുടങ്ങിയിരുന്നു. അവരെ ഒതുക്കുന്നതിന് വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് ഓഫീസർമാർ ഇത്തരം യാക്കൂസ ഗ്യാങ്ങുകളുടെ സഹായം തേടിയതായിട്ട് 1986 വാഷിങ്ടൺ പോസ്റ്റിലെല്ലാം പത്രക്കുറിപ്പായിട്ട് തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് CIA-യുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങളുമാണ്. അതായത് ചരിത്രം നോക്കിയാൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ജപ്പാനിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തടയാൻ വേണ്ടിയും യാക്കൂസ ഗ്യാങ്ങുകളെ ഉപയോഗിച്ചിരുന്നു. ഈ ഗ്യാങ്ങുകൾ വീണ്ടും ശക്തിപ്പെടാൻ, നമ്മൾ ഈ ആധുനിക ലോകത്ത് നോക്കിയാൽ വലിയ രീതിയിൽ ശക്തിപ്പെടാൻ ഒരു കാരണമായിട്ടുണ്ട്. ജപ്പാനിൽ ഇപ്പോഴും വളരെയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള സംഘങ്ങളായിട്ട് തന്നെ
യാക്കൂസ ഗ്യാങ്ങുകളെ കാണാം. വെറുതെ കുറച്ച് പേരുള്ള ഒരു ഗുണ്ടാ ഗ്രൂപ്പായിട്ടൊന്നുമല്ല ഇവരെ കാണേണ്ടത്. വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. 2012 ജപ്പാനിലെ നീതിന്യായ വകുപ്പ് മന്ത്രി യാക്കൂസ ഗ്യാങ്ങിൻ്റെ തലവനുമായിട്ട് ഒരു പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ട അവസ്ഥയും വന്നത് ചരിത്രം തന്നെയാണ്. 2015 ജപ്പാനിലെ വിദ്യാഭ്യാസ മന്ത്രി യാക്കൂസ ഗ്യാങ്ങിൻ്റെ കമ്പനിയിൽ നിന്ന് ഫണ്ട് വാങ്ങിയതായിട്ടും വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ജപ്പാനിൽ മാത്രമല്ല, 2015 US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് യാക്കൂസ സംഘങ്ങൾക്ക് യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്രിമിനൽ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. മയക്കുമരുന്ന് കടത്തലും കള്ളപ്പണം വെളുപ്പിക്കലും പോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും US ട്രഷറി വകുപ്പ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസ് റിലീസായിട്ട് തന്നെ പറയുന്ന കാര്യമാണ്. പിന്നെ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത് പോലെ ഇലുമിനാട്ടിയുമായിട്ടും ലഹരി കടത്തുമായിട്ടും ലോകം കീഴടക്കാൻ ശ്രമിക്കുന്ന കുടുംബങ്ങളുമായിട്ടുമെല്ലാം ഈ ചുവന്ന ഡ്രാഗണുകൾക്ക് ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരു ഗൂഢാലോചന സിദ്ധാന്തം മാത്രമാണ്. പക്ഷേ ലോകത്ത് നടക്കുന്ന വലിയ രീതിയിലുള്ള ലഹരി കടത്തിൽ ഇവർക്ക് പങ്കുണ്ട് എന്ന കാര്യം അമേരിക്ക ഒക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണെങ്കിലും കോൺസ്പിരസി തിയറികളെല്ലാം സത്യമാണെങ്കിലും അല്ലെങ്കിലും എമ്പുരാനും ഖുറേഷി എബ്രഹാമിനും ഒത്ത എതിരാളിയാവാൻ പറ്റിയ ഒരു ഗ്യാങ് തന്നെയാവും യാക്കൂസ എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണെങ്കിലും സിനിമയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെല്ലാം അറിവ് കിട്ടിയെന്നാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ഈ വീഡിയോയിലൂടെ പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത്രയും കേട്ട സമയത്ത് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും, ഈ ഗ്യാങ്ങുകളുടെ ചരിത്രം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എങ്കിലും മനസ്സിലാവുന്നതുപോലെ പറയാൻ സാധിച്ചു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. ഒരു സിനിമ കാണുന്ന സമയത്ത് കുറച്ച് അറിവ് കിട്ടാൻ വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.